കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എവറി സോൾ വിൽ ടേസ്റ്റ് ഡെത്ത്. കേട്ടിട്ടില്ലേ? ചില ആൾക്കാരുടെ ഓരോ മൊത്തത്തിലുള്ള ഒരു സ്വഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാലും വിചാരിക്കും അയാൾ ഈ ഭൂലോകത്ത് നിന്ന് പോകില്ല എന്നാണ്. മനസ്സിലാക്കേണ്ട അത്ര ശാശ്വതമായിട്ട് ഇവിടെ ഒന്നുമില്ല, അതാദ്യം മനസ്സിലാക്കുക. രണ്ട്, ഞാൻ ഇത് പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ അയാളോട് ഓപ്പണായിട്ട് പറയാം ഐ ഡോണ്ട് ലൈക്ക് യു. എന്തിനാണ് ഒരു ഫേക്ക് ചിരി വെച്ചിട്ട് അയാളെ മുമ്പിൽ ഭയങ്കര അയാൾ തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കടിക്കുന്ന രീതിയും എന്തിനാണ് വെക്കുന്നത്? അതിനെ കൊണ്ടൊന്നും കിട്ടേണ്ടത് ഒന്നും കിട്ടാനില്ല. നിന്റെ കർമ്മ, നീ ചെയ്യുന്ന കർമ്മ നിനക്ക് തിരിച്ചു വരും. എപ്പോഴും ആലോചിക്കേണ്ട ഒരു കേസ്, ഒരാളെ ഇജ്ജത്തിന് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അവിടെ റബ്ബിന് പോലും ഒരു റോളില്ല. ആദ്യം ആലോചിക്കേണ്ട, റബ്ബിന് പോലും ഒരു റോളില്ല. ഞാൻ നിന്നെക്കുറിച്ച് വേണ്ടാത്ത പറഞ്ഞെങ്കിലും നീ എന്നെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ തീർക്കണം. ഞാൻ നിനക്ക് പൊരുത്തപ്പെടണം, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അതെപ്പോഴും ആലോചിക്കുക. ആദ്യം അല്ലെ ഞാൻ എൻ്റെ കണ്ണിലുള്ള കോലെടുത്ത് മാറ്റിയിട്ടേ ഞാൻ മറ്റുള്ളവൻ്റെ കരട് പറയേണ്ട ആവശ്യമുള്ളൂ. മനസ്സിൽ തൊട്ട് അല്ലെ ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ചോദിക്കുക ഞാൻ ക്ലിയർ ആണോ, അല്ലെ ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് മതി മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത്. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ. മരിക്കേണ്ട തടിയല്ലേ ബൈ. കീപ് സ്മൈൽ. ബൈ.